പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയം അതിലേക്ക് നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ ഓവറിൽ ഉന്നയിക്കാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. അതെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനെങ്കിൽ ഓക്കെ, ഇറ്റ്സ് യുവർ റൈറ്റ്, ഇറ്റ്സ് യുവർ റൈറ്റ്. ഞാൻ ഡിനായുന്നില്ല, ചെയർ ഡിനായുന്നില്ല. പക്ഷേ അതെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യു ക്യാൻ. അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. അല്ലല്ല, അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് മന്ത്രിമാരെല്ലാം വായി തോന്നിയതെല്ലാം പറഞ്ഞപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുതിർന്ന വളരെ അങ്ങ് നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ചോദ്യം നമ്പർ 271 AK അഷ്റഫ്, കൃഷി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഒരംഗത്തിന്റെയും പേര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടില്ല. സാർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവിടെ? കഴിഞ്ഞ ദിവസം ഒരു ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ അവിടെ പിടിക്കാൻ പറ്റില്ല. അത് പിടിച്ചു വാങ്ങിക്ക്. അവിടെ പിടിച്ചോ, ഇവിടെ പിടിക്കാൻ പറ്റില്ല. അവിടെ പിടിക്കാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞോ. സർ, ബഹുമാനനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയ പരാമർശം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. സർ, ഒരു സ്ത്രീയെ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് മൗനാനുവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? എന്ത് തോന്നിവാസമാണ് സർ കാണിക്കുന്നത്? ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ ലജ്ജ തോന്നുന്നില്ലേ അദ്ദേഹത്തിന്? ലജ്ജ തോന്നുന്നില്ലേ? ഈ അക്രമത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ചോദ്യോത്തരത്തിലേക്ക് പോട്ടെ. പ്ലീസ് ഓർഡറാക്ക്, ഫ്ലോർ ഓർഡറാക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.